രാജ്യം കണ്ട മികച്ച സഹകാരിയും ഉരാളുങ്കൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാനുമായിരുന്ന രമേശൻ പാലേരിയുടെ ശവസംസ്കാര ചടങ്ങിൽ മന്ത്രിമാർ അന്തിമോപചാരം അർപ്പിച്ചില്ല. കോഴിക്കോട് ജില്ലയുടെ ചാർജുള്ള മന്ത്രി AP അനിൽകുമാർ അടക്കമുള്ള എല്ലാ മന്ത്രിമാരും സംസ്കാര ചടങ്ങിൽ നിന്നും വിട്ടുനിന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും രമേശൻ പാലേരിയുടെ വിടവാങ്ങൽ ഘട്ടത്തിൽ വേണ്ട ആദരവ് നൽകിയില്ലെന്ന് മുഹമ്മദ് റിയാസ് MLA പറഞ്ഞു. കഴിഞ്ഞ 28-ാം തീയതിയാണ് രാജ്യം കണ്ട മികച്ച സഹകാരിയും ULCCS ചെയർമാനുമായിരുന്ന രമേശൻ പാലേരി വിടവാങ്ങിയത്. കോഴിക്കോട് ടൗൺ ഹാളിലും മടപ്പള്ളി സ്കൂളിലും വടകര ടൗൺ ഹാളിലും മൃതദേഹം മരിച്ച അന്നു തന്നെ പൊതുദർശനത്തിന് വെച്ചിരുന്നു. കൂടാതെ പിറ്റേന്ന് നാദാപുരം റോഡിൽ സ്ഥിതി ചെയ്യുന്ന വീട്ടുമുറ്റത്ത് പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് സംസ്കരിച്ചത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കമുള്ളവർ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രി VD സതീശനടക്കം സംസ്ഥാനത്തെ ഒരു മന്ത്രി പോലും അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയില്ല. പകരം സംവിധാനം ഏർപ്പെടുത്തിയില്ലെന്നും വിമർശനമുണ്ട്. മന്ത്രിസഭ രമേശൻ പാലേരിക്ക് വേണ്ട ആദരവ് നൽകിയില്ലെന്ന് മുഹമ്മദ് റിയാസ് MLA പറഞ്ഞു. കുറെ കൂടി വലിയ പ്രാധാന്യവും സംസ്ഥാന മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ ഘട്ടത്തിൽ നൽകണമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത്ര മാത്രമേ ഇപ്പം ഞാൻ പറയുന്നുള്ളൂ. സഹകരണ മേഖലയ്ക്ക് നൽകിയ ആഗോള സംഭാവനകൾ പരിഗണിച്ച് നിരവധി അന്താരാഷ്ട്ര, ദേശീയ ബഹുമതികൾ നേടിയ വ്യക്തി കൂടിയാണ് അന്തരിച്ച രമേശൻ പാലേരി. സർവസമ്മതനും എല്ലാവരുടെയും ആദരവ് പിടിച്ചുപറ്റിയ രമേശൻ പാലേരിക്ക് മന്ത്രിമാർ ആദരവ് അർപ്പിക്കാൻ എത്താത്തതിൽ വലിയ വിമർശനമാണ് സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.